ഗൂഗിൾ മാപ്പിനകത്ത് ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? വളരെയധികം ഉപകാരപ്രദമായ ഒരു ഫീച്ചറായിട്ടും നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ അതിലെന്താണെന്ന് ഇതുവരെ നോക്കിയിട്ടുണ്ടാവില്ല. എന്നാൽ ആ ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് വലതുഭാഗത്ത് ഞാൻ പറഞ്ഞ ആ ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നിരവധി ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് നിങ്ങൾക്ക് ട്രാഫിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ പച്ച വരകളും മഞ്ഞ വരകളും ചുവപ്പ് വരകളും ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മുടെ നാട്ടിലെ റോഡുകളിലെ തത്സമയ ട്രാഫിക്കാണ് ഇങ്ങനെ കാണുന്നത്. ചുവപ്പ് നിറമുള്ളത് ഹൈലി ട്രാഫിക് ബ്ലോക്കാണ്. അതും ഡാർക്ക് ചുവപ്പും ഉണ്ടാവും, ലൈറ്റ് ചുവപ്പും ഉണ്ടാവും. അപ്പോൾ ട്രാഫിക് ബ്ലോക്കുള്ളിടത്താണ് ചുവപ്പ് നിറം. മഞ്ഞ നിറം കാണുന്നത് അല്പം വാഹനം സഞ്ചരിക്കുന്നുണ്ട്. ഇനി പച്ച നിറമാണെങ്കിൽ നമുക്ക് സുഗമമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന റോഡുകളാണ്. ഇങ്ങനെ എല്ലാ റോഡിലും നിങ്ങൾക്കിത് കാണാൻ സാധിക്കില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന പ്രധാന റോഡുകളുണ്ടല്ലോ, അതൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് പച്ചയും ചുവപ്പും മഞ്ഞയും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം, നമ്മളൊരു റോഡ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ റോഡിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടോ എന്ന് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ തത്സമയമാണ്. മിനിറ്റുകൾക്കുള്ളിൽ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ ഫോണിലെ ഡാറ്റ ഉപയോഗിച്ച് ഗൂഗിൾ ഇത് കാണിച്ചു തരുന്നതാണ്. അതായത് നമ്മുടെ ചിലവിൽ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതുപോലെ നമ്മുടെ പ്രദേശത്തെ ചെറിയ ചെറിയ റോഡുകളൊന്നും കാണിക്കില്ലെങ്കിലും നമ്മൾ പോകുന്ന പ്രധാന വഴികളുണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ചെറിയ റോഡും ചില സമയത്ത് കാണിക്കും. ആ ഭാഗത്ത് തിരക്കേറുന്ന സമയത്ത് ചെറിയ റോഡുകളും കാണിക്കുന്നതാണ്. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് സ്ട്രീറ്റ് വ്യൂ എന്ന്. നമ്മൾ അതിലേക്കാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്രദേശത്തെ ഒട്ടുമിക്ക റോഡുകളൊക്കെല്ലാം ഇതുപോലെ നീല നിറത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ, നമുക്ക് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും വഴി കാണണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ നീല നിറത്തിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ റോഡ് വ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം, ഒരാൾക്ക് നമ്മൾ വഴി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ വഴിയിലേക്ക് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്ന് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു സ്ക്രീൻ റെക്കോർഡറൊക്കെ ഓൺ ആക്കിയിട്ട് ഇതുപോലെ മുന്നോട്ട് പോകണം, ഈ സ്ഥലം കണ്ടാൽ ഇങ്ങോട്ട് കറങ്ങണം, അങ്ങോട്ട് കറങ്ങണം എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് വീഡിയോയിൽ സ്ക്രീൻ റെക്കോർഡർ എടുത്തിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലെ ഇതും നമുക്ക് പോകേണ്ട സ്ഥലത്തെയും ഒക്കെ വഴികൾ മുൻകൂട്ടി ഇതുപോലെ നോക്കിയിട്ട് യാത്ര ചെയ്യാനാണ് ഈ സ്ട്രീറ്റ് വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി അതേ ഓപ്ഷനകത്ത് മൂന്നാമത്തെ ഉപകാരപ്രദമായ ഒരു ഫീച്ചർ ഉണ്ട്. ഓൾറെഡി അത് ഡീഫോൾട്ടിലാണ് ഉണ്ടാകുക. അത് മാറ്റി നിങ്ങളിവിടെ സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രദേശത്തെ എല്ലാ നഗരങ്ങളും, ഞാനിപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ഒന്ന് ഓഫ് ചെയ്തോട്ടെ എന്നാലേ കൃത്യമായി കാണുകയുള്ളൂ, നമ്മുടെ പ്രദേശത്തെ എല്ലാ കെട്ടിടങ്ങളും വഴികളുമൊക്കെ ഒരു സാറ്റലൈറ്റിൽ നിന്ന് കാണുന്നത് പോലെ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം, നമുക്കൊരു അമ്പലമോ പള്ളിയോ അല്ല കെട്ടിടങ്ങളോ സൂപ്പർ മാർക്കറ്റോ ഒക്കെ നമുക്ക് കൃത്യമായി എവിടെയാണ് വരുന്നത്, ഏത് കെട്ടിടത്തിലാണ് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ മറ്റൊരു ഓപ്ഷൻ കൂടി ഓഫാക്കിക്കോട്ടെ. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഇതുപോലെ നമ്മുടെ പ്രദേശത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ലൈവായി ഒരു സാറ്റലൈറ്റ് പോലെ കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെയുള്ള കുറച്ച് ഫീച്ചറുകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.